ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെട്ടു. ഇറാന് വലിയ പ്രഹരമായി മാറി 86-കാരനായ പരമോന്നത നേതാവിന്റെ മരണം. ഖമേനിയുടെ മരണത്തിന് ശക്തമായ തിരിച്ചടി നൽകും എന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇറാൻ ശക്തമായ തിരിച്ചടി തുടങ്ങിയെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ഇസ്രായേലിനും മിഡിൽ ഈസ്റ്റിലെ യുഎസിന്റെ സൈനിക താവളങ്ങൾക്ക് നേരെ ശക്തമായ പ്രത്യാക്രമണമാണ് ഇറാൻ നടത്തുന്നത്. മേഖലയിലെ 27 യുഎസ് സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് ഇറാൻ ആക്രമണം നടത്തിയത്. ഇസ്രായേലിന് നേരെയും ഇറാൻ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇസ്രായേലിൻ്റെ സൈനിക ആസ്ഥാനം ആക്രമിച്ചതായും ഇറാൻ അവകാശപ്പെട്ടു. ഇക്കാര്യം ഇസ്രായേൽ തള്ളിയിട്ടുണ്ട്. ഇസ്രായേൽ രാജ്യത്ത് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അറിയിപ്പ് ലഭിക്കുന്നതുവരെ ബങ്കറുകളിൽ തുടരണമെന്നും ജനങ്ങളോട് ഇസ്രായേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇസ്രായേലിലെ ടെൽ-അവീവിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും 22 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 86-കാരനായ ഖമേനിയെ ലക്ഷ്യമിട്ടാണ് യുഎസും ഇസ്രായേലും ആക്രമണം നടത്തിയതെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു. പിന്നാലെ ഖമേനി കൊല്ലപ്പെട്ടതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു. ഒടുവിൽ ഇറാനും പരമോന്നത നേതാവിൻ്റെ മരണം സ്ഥിരീകരിച്ചു. ഖമേനി കൊല്ലപ്പെട്ടെന്ന് സമൂഹ മാധ്യമമായ ട്രൂ സോഷ്യലിലാണ് ട്രംപ് കുറിച്ചത്. യുഎസ് ഇസ്രായേൽ ഇൻ്റലിജൻസിനെ മറികടക്കാൻ ഖമേനിക്ക് സാധിച്ചില്ലെന്ന് ട്രംപ് കുറിച്ചു. ഖമേനിയെ മാത്രമല്ല, ഇറാനിലെ സുപ്രധാന നേതാക്കൾ കൂടി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായും ട്രംപ് അവകാശപ്പെട്ടു. ട്രംപിൻ്റെ അവകാശവാദത്തിന് തൊട്ടു പിന്നാലെ ആയത്തുള്ള അലി ഖമേനിയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു. ഇതോടെ ഖമേനി ജീവനോടെ ഉണ്ടെന്ന അഭ്യൂഹങ്ങൾ പരന്നു. പിന്നാലെ ഇറാൻ ഔദ്യോഗികമായി ഖമേനിയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. രാജ്യത്ത് 40 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഖമേനി ശനിയാഴ്ച പുലർച്ചെ ഓഫീസിൽ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടെ കൊല്ലപ്പെട്ടതായി ഫാർസ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ആക്രമണത്തിൽ ഖമേനിയുടെ മകളും മരുമകനും കൊച്ചുമകനും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഖമേനിയുടെ മരണം സ്ഥിരീകരിച്ചതിന് പിന്നാലെ ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ എത്തി. ഇസ്രായേലിനെതിരെയും മിഡിൽ ഈസ്റ്റിലെ യുഎസിൻ്റെ താവളങ്ങൾക്ക് നേരെയും അതിശക്തമായ ആക്രമണം നടത്തുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൈന്യത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആക്രമണത്തിന് ഒരുങ്ങുകയാണെന്ന പ്രഖ്യാപനവും ഇറാൻ നടത്തി. ഉടൻ സൈനിക നടപടികൾ തുടങ്ങുമെന്നും ഇറാൻ വ്യക്തമാക്കിയിരുന്നു. ഖമേനിയുടെ വധം വലിയ ക്രൈമാണെന്ന് ഇറാൻ്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയൻ പറഞ്ഞു. തക്കതായ മറുപടി നൽകുമെന്നും പ്രസിഡന്റിൻ്റെ ഓഫീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഈ കുറ്റകൃത്യത്തിന് ഉചിതമായ മറുപടി ലഭിക്കും. ഖമേനിയുടെ രക്തം കുതിച്ചൊഴുകുന്ന അരുവി പോലെ ഒഴുകുമെന്നും അത് യുഎസ് സൈനിസ്റ്റ് അടിച്ചമർത്തലുകളെ ഇല്ലാതാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ പശ്ചാത്താപിക്കേണ്ടി വരുമെന്നും പെസഷ്കിയൻ മുന്നറിയിപ്പ് നൽകി.